ഞാൻ ഇന്ന് വരുമ്പോ നമ്മുടെ സ്നേഹിതന്മാർ യൂട്യൂബിൽ നിന്ന് ചില മൗലവിമാരുടെ, കേരളത്തിലെ അറിയപ്പെട്ട മുജാഹിദ് മൗലവിമാർ, കേരളത്തിലെ സോഷ്യൽ രംഗത്തെ അവരുടെ അനുയായികൾക്കിടയിൽ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് മൗലവിമാർ, പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ഒരുപക്ഷെ ഇവിടെ മണ്ണാർമലയിലൊക്കെ വന്ന് പ്രസംഗിച്ച ആളുകളായിരിക്കും. അവര് പറയുന്ന ഒരു പുതിയ വാദം, ഈ സദസ്സ് എന്നല്ല, നമ്മുടെ 1400 കൊല്ലത്തെ ഇസ്ലാമിക സമൂഹം, 1400 കൊല്ലത്തെ ഇസ്ലാമിക സമൂഹം എന്ന് പറയുമ്പോൾ അതിന് സഹാബികളുണ്ട്, താബീങ്ങളുണ്ട്, അയിമ്മത്തുണ്ട്, മഹാന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, മശായിഖന്മാരുണ്ട്, മുഖറബീങ്ങളുണ്ട്, വലിയ മഹാത്മാക്കളുണ്ട്. ഇവർക്കാർക്കും പരിചയമില്ലാത്തൊരു പുതിയ വാദം. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ നല്ല മട്ടത്തിനാണ് ഈ പ്രസംഗം ഇങ്ങനെ കേട്ടാ തോന്നും, പ്രസംഗത്തിന്റെ ആ ഒരു പൊലിവ് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നും ഇത് സംഗതി ഉഷാറാണല്ലോ. പക്ഷെ എന്താണ് ആ വിവിധങ്ങളായ യൂട്യൂബിലുള്ള അവരുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ എന്താ പറയുന്നത് അറിയോ? ഒരാൾ ഇപ്പൊ നിസ്കാരം ഒഴിവാക്കി വിചാരിക്കാം. ഇപ്പൊ പ്രായപൂർത്തിയായ ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണ്, നൂറ് നിസ്കരിച്ചില്ല, ഉറങ്ങിയതൊന്നല്ല, മറന്നതൊന്നല്ല, നമുക്കറിയാം നൂറിന് സമയമായിട്ടുണ്ട്, പക്ഷെ അസർ വരെ നൂറ് നിസ്കരിച്ചില്ല. ഇന്നെന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. നിസ്കാരം ബോധപൂർവം ഖളാ ആക്കാൻ പാടില്ല, ഹറാമാണ്. എല്ലാവർക്കും അറിയാം, അതിന് ന്യായത്വ ഹദീസ് ഓതേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാ ഇവര് മൗലവിമാരെന്താ പറയുന്ന അറിയോ? അങ്ങനെ ഒരാൾ ഖളാ ആക്കിയാൽ, അങ്ങനെ സമയം കഴിഞ്ഞാൽ ലോകത്തെ സർവ മുസ്ലിമീങ്ങളും പറഞ്ഞു, സർവ ഇമാമികളും പറഞ്ഞു, അതിൽ ഷാഫി ഇമാമ് ഉൾപ്പെട്ടു, അബൂ ഹനീഫ ഇമാം ഉൾപ്പെട്ടു, മാലിക് ഇമാം ഉൾപ്പെട്ടു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള എല്ലാ ഇമാമികളും ഉൾപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ഖളാ വീട്ടണം. അറിയാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഏതെങ്കിലും മദ്രസ സ്റ്റുഡന്റ് അറിയാത്തവരുണ്ടോ? നമ്മളെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം മക്കൾക്ക് പോലും അറിയാം, 10 വയസ്സായ കുട്ടികൾക്ക് പോലും അറിയാം, ബോധപൂർവം ഖളാ ആയാൽ ഖളാ വീട്ടണം. അതാണ് ഇതിന്റെ തൗബ. അപ്പോഴേ തൗബ പൂർത്തിയാവുള്ളൂ. വലിഹാദിഹിൽ അർബഇ ഫർഅ വകമ്മില. ഹക്കറപാട് വീട്ടാതെ, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടാതെ തൗബ ഉണ്ടാവില്ലല്ലോ. തൗബ സാക്ഷാത്കരിക്കപ്പെടുകയില്ലല്ലോ, തൗബ സഹീഹാകുകയില്ലല്ലോ. എന്നാ ഈ മൗലവിമാര് പറയണതറിയോ? ആ ഖളാ വീട്ടണ്ടാന്ന്. ഇതാരെ വാദം അറിയോ? ഈ വാദം കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞ മുഅ്തസിലിയാക്കളിൽപ്പെട്ട നല്ലാബ് എന്ന പിഴച്ച വ്യക്തിയുടെ വാദമാണ്. എന്താണ് അയാളെ വാദം? വമിൻഹാ, ഈ നല്ലാബ് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ വാദം, അന്നഹു സഅമ, അയാൾ വാദിക്കുകയാണ്, അന്നമൻ തറക സലാത്തൻ മഫ്റൂദതൻ അംദൻ ലം യസിഹ ഖളാഉഹു ലഹാ വലം യജിബ് അലൈഹി ഖളാഉഹാ. ഒരാൾ മനഃപൂർവ്വം ദുഹ്ർ നിസ്കാരം ഖളാ ആക്കി, അല്ലെങ്കിൽ അസ്ർ നിസ്കാരം ഖളാ ആക്കി, അല്ലെങ്കിൽ മഗ്രിബിയോ ഇശയോ സുബ്ഹിയോ 5 വക്തിലെ ഏതെങ്കിലും ഒരു നിസ്കാരമോ അല്ലെങ്കിൽ മുഴുവൻ നിസ്കാരങ്ങളോ ബോധപൂർവം ഒരാൾ നിസ്കരിക്കാതെ ഖളാ സമയം കഴിഞ്ഞാൽ ഖളാ ആയിപ്പോയാൽ അത് ഖളാ വീട്ടാൻ പാടില്ല. അത് നിർബന്ധവുമില്ല, അത് സഹീഹുമല്ല, പാടുള്ളതും അല്ല. ഇന്നിതാ ഈ പഴച്ച നോക്കൂ, നിങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ ബഗ്ദാദി പറയുകയാണ്, വഹാദാ ഇൻദ സായിരിൽ ഉമ്മ കുഫ്റുൻ കകുഫ്രി മൻ സഅമ അന്ന الصلوات الخمس غير مفروضة وخلاف النظام للأمة في وجوب قضاء المتروكة من فرائض الصلاة بمنزلة خلاف الزنادقة في وجوب الصلاة ولا اعتبار بالخلافين. എന്താ പറയുന്നത്? ഇത് ഈ ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായ പിഴച്ചവാദമാണ്.
ആ പ്രാചീനമായ വാദത്തെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുവാൻ വേണ്ടി പ്രചണ്ഡമായ യൂട്യൂബ് പ്രചാരണങ്ങൾ, ഓഫ്ലൈൻ പ്രചാരണങ്ങൾ, ഓൺലൈൻ പ്രചാരണങ്ങള് കേരളത്തിലുള്ള കേരള നേതൃത്വ മുജാഹിദിന്റെയും ജിന്ദി വിഭാഗം മുജാഹിദിന്റെയും മറ്റു വിഭാഗം മുജാഹിദിന്റെയും വിഭാഗമില്ലാത്ത മുജാഹിദിന്റെയും സർവ്വ മൗലവിമാരും ഇന്ന് പ്രചണ്ഡമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഇത് മനസ്സിലാക്കണം. നിസ്കാരം ഖലാഅക്കൽ, ജനങ്ങളെ അമലിൽ ബാത്തിലാക്കുക, ജനങ്ങളെ അമലിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നന്നാകാൻ അയക്കാതിരിക്കുക. നിസ്കാരം കലാആയ കലാ വീട്ടിലേക്ക് നരകത്ത് പോലെ അള്ളാഹു ശിക്ഷിക്കൂലേ? ശിക്ഷിച്ചോട്ടെ. ആൾക്കാരെ ആൾക്കാരെ ശിക്ഷയിലേക്ക്, ആളുകളെ നരകത്തിലേക്ക് പതിപ്പിക്കും. അള്ളാഹു അല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത്? ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീയത്തുൽ പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥമായ നബിയുടെയും സഹാബത്തിന്റെയും വഴിയാണ്. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീയത്തുൽ ഉലമയുടെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ, പ്രചാരണം ചെയ്യുന്നവരുടെ, പ്രചരിപ്പിക്കുന്നവരുടെ, പ്രവർത്തിക്കുന്നത് നബിയുടെയും സഹാബത്തിന്റെയും പൂർവികരുടെയും വഴിയാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയാണ്, നമ്മൾ ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസ്ഥ ലഭിക്കുവാൻ വേണ്ടിയാണ്, പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. പരലോക രക്ഷയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈമാന് സലാമത്തായി കിട്ടണം. നമ്മുടെ ഉസ്താദുമാരൊക്കെ ദുആകളിൽ ഉണ്ടാവാറില്ല, അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ, ഈമാൻ കാമിലാക്കി തരണേന്ന്. നമ്മൾ ഉസ്താദുമാരൊക്കെ നിരന്തരമായി ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയാറില്ലേ? ഈമാൻ ശരിയാവണമെന്നുണ്ടെങ്കിൽ, ഈമാൻ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ അല്ലാഹുവിനെ പറ്റി നമ്മൾക്ക്? അല്ലാഹു ഏകന, അല്ലാഹു അനാദിയ, അല്ലാഹു മാത്രമാണ് അനാദി, ബാക്കിയുള്ളതെല്ലാം പടപ്പുകളാണ്. ഇത് തെളിവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതിന് ഖുർആനോ ഹദീസോ ഓതേണ്ട ആവശ്യമുണ്ടോ? അതിന് എവിടെ ആയത്തേന്, എവിടെ ഹദീസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അനിഷേധ്യമായി നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ അനിവാര്യമായി എല്ലാവരും വിശ്വസിച്ചു പുലർത്തിപ്പോരുന്ന വിഷയങ്ങൾ. അല്ലാഹു അനാദിയ, ആ അനാദിയായ ഒരു സാഹചര്യത്തില് ഇവിടെ ഒന്നുമില്ല. അല്ലാഹു അനാദിയായ സമയത്ത് ഒന്നും തന്നെ ഇല്ലല്ലാതെ പിന്നീട് അല്ലാഹു പടച്ചതാണ്. അതിൽപ്പെട്ടതാണ് അർശ്, അതിൽപ്പെട്ടതാണ് കുർസിയ്, അതിൽപ്പെട്ടതാണ് ആകാശഭൂമികൾ, അതിൽപ്പെട്ടതാണ് മനുഷ്യജീവികൾ, മറ്റു ജീവജാലങ്ങൾ, സസ്യലതാദികള് എല്ലാം പിന്നീടുണ്ടായതാണ്. എന്നാ മുജാഹിദിന്റെ വിശ്വാസം എന്താ? ഇവിടെ പറഞ്ഞല്ലോ ഇവരുടെ വിശ്വാസം എന്താണ്? ഇത് പറയുന്നത് അവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഇന്നത്തെ നമ്മുടെ ഈ പ്രസംഗം നേരിട്ടോ മറ്റു മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ അനുഭാവി കേട്ടുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് സന്മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണല്ലോ എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതേതാ പുസ്തകം? ചോദ്യങ്ങൾ മറുപടികൾ. ഈ പുസ്തകം ചോദ്യങ്ങൾ മറുപടികൾ ധാരാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി. ഇത് പ്രസിദ്ധീകരിക്കുന്നത് KNM പബ്ലിഷിംഗിൽ നിന്നാണ്. പ്രസിദ്ധീകരിക്കുന്ന വർഷം 1992. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ വിഘടിച്ചു നിൽക്കുന്ന സകല ഗ്രൂപ്പ് മുജാഹിദുകൾക്കും ഇത് ബാധകമാണ്. എല്ലാവരും സർവാത്മന അംഗീകരിക്കുന്ന പുസ്തകമാണ്. ഞങ്ങളുടെ പുസ്തകമല്ല എന്ന് പറയാൻ കഴിയൂല. ഈ ഭാഗത്ത് പ്രസംഗിച്ച ഒരു മൗലവിമാർക്കും പറയാൻ കഴിയില്ല ഞങ്ങളുടെ പുസ്തകമല്ല എന്ന് പറയാൻ കഴിയില്ല. ഇത് അവരെല്ലാവരും കൂടി സംയുക്തമായി അംഗീകരിക്കുന്ന, പ്രചരിപ്പിച്ച, പ്രസിദ്ധീകരിച്ച നമ്പർ 1 പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇതിന്റെ 77-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. ഇതിന്റെ 77-ാമത്തെ പേജില് പറയുന്ന കാര്യം എന്താണ്? അർശിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊന്ന് വായിച്ചു. നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കിടുകിട് വിറക്കും. കാരണം ഇസ്ലാമിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ, അല്ലാഹുവിന്റെ യാഥാർത്ഥ്യത്തിനോട് വിരുദ്ധമായ വാദങ്ങൾ, അതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഇവർ പറയാണ്, ഇതിലെഴുതുകയാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ സിംഹാസനത്തെ, അർശ്,
ആ സിംഹാസനത്തെ പറ്റി 20 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 6 സ്ഥലങ്ങളിൽ അതിന്മേൽ അവൻ സ്ഥിതി ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രസ്താവനയുണ്ട്. അപ്പൊ അർശിനെ പറ്റിയാണ് അവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാം, അല്ലാഹു അവന്റെ സൃഷ്ടികളെ പോലെയൊന്നുമല്ല, എങ്കിൽ അവന്റെ കൈ സൃഷ്ടികളുടേതുപോലെയായിരിക്കുകയില്ലല്ലോ. അപ്പൊ അല്ലാഹുക്ക് കൈയുണ്ട് എന്നാ പറയുന്നത്. അവന്റെ കണ്ണ് സൃഷ്ടികളുടെ കണ്ണ് പോലെയായിരിക്കുമില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനം അർശ്, അതിലെ അവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേതുപോലെയോ തുല്യമോ ആയിരിക്കുകയില്ല. അപ്പൊ അള്ളാന്റെ കണ്ണ്, അള്ളാഹ്ക്ക് കണ്ണുണ്ട് അത്ര ഇവര് പറയാ. അള്ളാന്റെ കണ്ണ് പടപ്പുകളെ കണ്ണ് പോലെയല്ല, അള്ളാന്റെ കയ്യ് സൃഷ്ടികളെ കയ്യ് പോലെയല്ല, അള്ളാന്റെ അർശ് സൃഷ്ടികളെ പോലെയല്ല. അപ്പൊ അർശ് എവിടെയാണ്? അർശ് സൃഷ്ടികളെ പോലെയല്ല എന്നാ പറയുന്നത്. അപ്പൊ അർശ് എന്താണ്? അർശ് അനാദിയ, അർശ് ഖദീമാൻ. അർശ് അല്ലാഹുവിന്റെ കയ്യ് എന്ന് പറയുന്ന ഒരു സാധനാണ് അള്ളാന്റെ അർശ്. ഇതാണോ നമ്മൾ പഠിച്ചത്? ഇതാണോ ഖുർആൻ പഠിപ്പിച്ചത്? ഇതാണോ ഹബീബ് പഠിപ്പിച്ചത്? ഇതാണോ സ്വഹാബിമാർ പഠിപ്പിച്ചത്? നോക്കൂ നിങ്ങൾ, കാന ഫീ അമാഇൻ മാ ഫൗഖഹു ഹവാഉൻ വമാ തഹ്തഹു ഹവാ സുമ്മ ഖലഖൽ അർശ. അർശൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അർശ് ഖൽഖാണ്, സൃഷ്ടിയാണ്. എന്താ അതിന് പറയുന്നത്? അർശ് സൃഷ്ടികളെ പോലെയല്ല, അള്ളാന്റെ കണ്ണ് കാല് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? പിന്നെന്തിനാണ് കയ്യില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അല്ലാഹു കൽപ്പിച്ചു നൽകാൻ മെനക്കെടുന്നത്? നമ്മളോട് ചോദിക്കാം, എന്തിനാണ് സുന്നികളെ നിങ്ങൾ അല്ലാഹ് കയ്യില്ല എന്ന് പറയുന്നത്, കാതില്ല എന്ന് പറയുന്നത്, കണ്ണില്ല എന്ന് പറയുന്നത്? കയ്യും കാതും കണ്ണും ഒരാൾക്കാൾ ചൂന്നെടുത്താൽ വികൃതാവുമല്ലോ. അപ്പൊ ഇവരെന്താ അള്ളാഹിനെ മനസ്സിലാക്കുന്നത്? അല്ലാഹ് ഒരു മനുഷ്യരൂപം പോലെയാണെന്നാണ്. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? കയ്യില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അല്ലാഹുവിന് കൽപ്പിച്ചു നൽകാൻ എന്തിനു മെനക്കെടണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അർശിനെ പറ്റി എന്താണ് ഇവർ വിശ്വസിക്കുന്നത്? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനിപ്പിക്കട്ടെ. ഇവരുടെ എല്ലാ വാദമുഖങ്ങളെയും മഹാനായ സഹാബി വര്യൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ ജുംല കൊണ്ട്, ഒരൊറ്റ സെന്റൻസ് കൊണ്ട് ഖണ്ഡിച്ചിരിക്കുന്നു. ഏതാണ് ആ സെന്റൻസ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, റൗളയിൽ അവിടത്തെ ദഫൻ ചെയ്യപ്പെട്ടു. 4 ഖലീഫമാരും മദീനയുടെയും അതുപോലെ കൂഫയുടെയും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇസ്ലാമിന്റെ ഭരണം നിർവഹിച്ചു. ശേഷം മദീനയുടെ ഗവർണറായിട്ട് കടന്നു വന്നതാണ് മർവാൻ ഇബ്നുൽ ഹക്കം. ആ മർവാൻ ഇബ്നുൽ ഹക്കം മദീനയുടെ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജ്റത്തു ശരീഫയുടെ റൗള ശരീഫിന്റെ സമീപത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് നിസ്കരിക്കുന്നു, അവിടുന്ന് ദുആ ചെയ്യുന്നു. യുസല്ലി ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഖബറിൽ ശരീഫിന്റെ അരികിൽ നിസ്കരിക്കുന്നു. വയദഉ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ ദുആർക്കുന്നു. എന്താ അവിടുന്ന് ദുആർന്നത്? മദീനത്തെ പള്ളി വിശാലല്ലേ? മദീനത്തെ പള്ളിക്ക് ഒരുപാട് തൂണുകളില്ലേ, ഒരുപാട് ചുമരുകളില്ലേ, ഒരുപാട് സൊഫുകളില്ലേ? എന്തിനാ ഇവിടെ പോയിട്ട് നിസ്കരിച്ചത്, അവിടെ പോയിട്ട് ദുആ ചെയ്തത്? പിറകിൽ നിന്നൊരു വിളി. എന്താണ് വിളിക്കുന്നത്? ഫഖറജ മർവാൻ ഇബ്നുൽ ഹക്കം ഫഖാൽ, ഉസാമ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് നിസ്കരിച്ചിട്ടില്ല. ഉസാമ റളിയല്ലാഹു അൻഹു ഖബറാളിക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. ഉസാമ റളിയല്ലാഹു അൻഹു റൗദ ശരീഫിലുള്ള ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബാദത്തിന്റെ ദുആ നടത്തിയിട്ടില്ല.
യദ്ഉ ഇൻദഹു യുസല്ലി ഇൻദഹു. എന്താന്ന് പറഞ്ഞാൽ അരികിൽ. അതൊന്നുകൊണ്ട് ട്വിസ്റ്റ് ചെയ്തു. മമ്പറ മഖാമിൽ പോയിട്ട് ദുആർക്കുന്ന വിശ്വാസിയെ, ഇടിയങ്ങരയിൽ പോയി, ഏർവാടിയിൽ പോയി, റൗദ ഷരീഫിൽ പോയി റബ്ബിനോട് ദുആ ചെയ്യുന്ന വിശ്വാസിയുടെ അരികിൽ എന്നുള്ളതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ദുആർക്കുക, അതിലേക്ക് ഇബാദത്ത് ചെയ്യുക, അതിനെ പൂജിക്കുക എന്ന് ട്വിസ്റ്റ് ചെയ്ത പ്രയോഗം ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ ആരാ നടത്തിയതെന്നറിയോ? മർവാൻ ബിൻ ഹക്കമാണ്. പിന്നെയാണ് മുജാഹിദുകള്, പിന്നെയാണ് വഹാബികള്, പിന്നെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പിന്നെയാണ് ഇബ്നു തൈമിയ, പിന്നെയാണ് ഇബ്നുൽ ഖയ്യിം, പിന്നെയാണ് കെ.എം. മൗലവി, വക്കം മൗലവി, സകല മൗലവിമാരും. ആദ്യം തുടക്കം കുറിച്ചത് മർവാനാണ്. തുസല്ലി ഇലാ ഖബരിഹി നാക്കി മാറ്റി, ഖബറിലേക്കാണോ നിസ്കരിക്കുന്നത്? ദുഷ്ടനായ മർവാൻ ആ സമയത്ത് ഒരൊറ്റ സെന്റൻസിൽ മറുപടി പറയുകയാണ്. അവിടെ ആയത്തോതേണ്ട ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നീ ഉഹിബ്ബുഹു, ആ കടക്കുന്ന റസൂലിനെ ഞാൻ അങ്ങേ അറ്റം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യുന്നത്. അതെന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, എന്റെ തബറുക്കിന്റെ ഭാഗമാണ്, എന്റെ ബന്ധത്തിന്റെ ഭാഗമാണ്. അല്ലാതെ റസൂലുള്ളാഹിക്കുള്ള ഇബാദത്തല്ല. അതിന് മർവാൻ ഇങ്ങോട്ട് കോപം, മറുപടി മുട്ടിയപ്പോഴേ മർവാൻ എന്തൊക്കെയോ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ആ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അങ്ങേ അറ്റത്തെ വിമർശനത്തോടു കൂടി പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുബ്ഗിസുൽ ഫാഹിഷൽ മുതഫഹിഷ്. ഈ ജാതി മ്ലേച്ഛം പറയുന്ന, തമ്മാടിത്തരം പറയുന്ന ആളുകളോട് അല്ലാഹുവിന് വെറുപ്പാണ്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷ്. നീ ഭരണാധികാരിയുടെ മുഖത്ത് പോയിട്ടാ പറഞ്ഞത്, അക്രമകാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് പോയിട്ട്. സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടുക എന്നുള്ളതല്ല, മുഖത്ത് പോയിട്ട് പറയണം. അതാണ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ എന്ന് പറഞ്ഞത്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷ്, നീ മോശം ആളാ, മോശത്തെ നിർമ്മിക്കുന്നവനാ. ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. മഹാന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികൾ സ്നേഹിക്കുന്നു, മുസ്ലിമീങ്ങൾ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് അവരുടെ സവിധത്തിൽ മുസ്ലിമീങ്ങൾ ചെല്ലുന്നത്. ഇത് സ്വഹാബത്തിന്റെ രീതിയാ, ഇത് സ്വഹാബത്ത് നബി തങ്ങളിൽ നിന്ന് പകർത്തിയെടുത്ത മാതൃകയാ. അതിനെക്കുറിച്ച് നിങ്ങളത് ഇബാദത്താണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള മറുപടി, ഇന്നക്കും ഫാഹിഷൂന മുതഫഹിഷൂൻ, നിങ്ങൾ വളരെ വൃത്തികെട്ട ദീനിലില്ലാത്ത കാര്യമാണ് പറയുന്നത്. അധികാരം എക്കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവരുടെയും വിലയും നിലയും നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെ ഒരാൾക്കും ഒരു അധികാരവുമില്ല. അമ്പിയാക്കൾ പോലും നഫ്സി നഫ്സി എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ ശ്രേഷ്ഠ ജനങ്ങൾ പോലും സ്വന്തം കാര്യത്തിൽ വിലപിച്ചു പോകുന്ന, പ്രസവിച്ചിട്ട കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് മാതാവ് ഓടിപ്പോകുന്ന കരുണ പറ്റിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ എണീറ്റ് നിൽക്കുമ്പോ ആ മഹ്ശറയുടെ അധിപനാണ്, പരലോകത്തിന്റെ രാജാവാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. ഏതർത്ഥത്തിലാണെങ്കിലും ഒരാൾക്കും കൈയുയർത്താൻ, ഒരാൾക്കും നാക്കുയർത്താൻ, ഒരാൾക്കും അധികാരത്തിന്റെ ഒരു ഫലമില്ലാത്ത ലോകത്ത് നീയാണല്ലോ റബ്ബേ എല്ലാത്തിന്റെയും അധിപൻ എന്ന് പറഞ്ഞ് മാലിക് യൗമിദ്ദീൻ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാനും പുകഴ്ത്താനും ഒന്നുമില്ല. അഥവാ ദുആന്റെ ആദാബപ്പെട്ടതാണ് മദ്ഹ് എന്നർത്ഥം. ഏറ്റവും മിനിമം അള്ളാഹുവിനെ മദ്ഹിയ, അള്ളാഹുവിനെ മദ്ഹ് ചെയ്ത്, അള്ളാഹുവിനെ അംഗീകരിച്ച്, അള്ളാഹുവിനെ പരിഗണിച്ച്, എന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു, പടച്ചോനെ എന്റെ ആരാധനകളെല്ലാം നിനക്കാണ്. വഇയ്യാക നസ്തഈൻ, എന്റെ തേട്ടങ്ങളെല്ലാം നിന്നിലേക്കാണ്. ഞാൻ എവിടെ എങ്ങനെ തേടിയാലും അതിന്റെ ആത്യന്തികമായ തേട്ടം നിന്നോടാണ്. ഇയ്യാക നഅ്ബുദു. കാരണം ദൂരെ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടി, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിച്ച്, അള്ളാഹുവിൽ സ്തുതി അർപ്പിച്ച്, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ വാഴ്ത്തി സമർപ്പണത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുമ്പോ
അള്ളാഹുവിന്റെ സമീപസ്ഥനാവുകയാണ്. ഇയ്യാക, പടച്ചോനെ നേർക്ക് നേരെ കാണുകയാണ്, അള്ളാഹുവിന്റെ അടുത്തെത്തുകയാണ്. അഥവാ സുഹബത്തിന്റെ മാർഗവും മദ്ഹാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മിനിമം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദൂരെ നിൽക്കുന്ന ഒരാളോട്, അകലെ നിൽക്കുന്ന ഒരാളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായി അത് മാറുന്നതിന്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനസ്സിന്റെ അടുപ്പമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തി, അള്ളാഹുവിൽ ഹംദർപ്പിച്ച്, അള്ളാഹുവിൽ സനാ അർപ്പിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നീയല്ലാതെ ആരുമില്ല പടച്ചോനെ, എല്ലാം നിന്നിലാണ്, എല്ലാം നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഇത് തേടാനാണ്, ഈ തേട്ടമാണ് മുഖ്ഫുൽ ഖുർആൻ, ഖുർആന്റെ അകക്കാമ്പാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേർവഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. അത് സിറാത്തുൽ ഖുർആനി വൽ ഹദീസ് എന്നല്ല, സിറാത്തുൽ ഖുർആൻ എന്നല്ല, നേരായ വഴിയിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണേ. ഇനി അവിടെ ഒരു അവ്യക്തത കാലാകാലങ്ങൾ നിലനിൽക്കാൻ പാടില്ല, കാലാകാലങ്ങൾ നിലനിൽക്കാൻ പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. നീ അനുഗ്രഹിച്ചവരായ പൂർവികരായ മഹത്തുക്കളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ. അവിടെയും ഇനി പൂർവികർ പലതും ഉണ്ടാവാം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, ജൂതരുടെ മാർഗമല്ല, ക്രൈസ്തവരുടെ മാർഗമല്ല, മാർഗഭ്രംശം സംഭവിച്ചവരുടെ മാർഗത്തിലേക്കല്ല, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞാനതാ പറഞ്ഞത്, ഒന്ന് ഒരു ദുആയാണ് ഫാത്തിഹയുടെ ആകത്തുക, ഖുർആന്റെ ആകത്തുക, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതിന്റെ മുഖദ്ദിമയാണ് അതിന്റെ മുമ്പുള്ള ആയത്തുകളൊക്കെ. അതിന്റെ ക്ലാരിറ്റിയാണ്, അതിന്റെ വ്യക്തത വരുത്തലാണ് അതിന്റെ ശേഷമുള്ളത്. ഈ പരിപാടിയുടെ ലക്ഷ്യവും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഘടകങ്ങൾ, ജൂത വഴിയും ക്രൈസ്തവ വഴിയും, സ്വാഭാവികമായും നമ്മുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ, നമ്മുടെ വഴി തിരിച്ചുവിടാൻ എക്കാലത്തും നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് സബ്ഉൽ മസാനിയിൽ അല്ലാഹു തആല 17 തവണ നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്തേ പറ്റൂ, എങ്കിലേ നമ്മുടെ നിസ്കാരം ശരിയാകൂ. അങ്ങനെയല്ലേ? സൂറത്തുൽ കാഫി എന്ന് ഫാത്തിഹയ്ക്ക് പേരുണ്ട്. എന്താണ്? ഫാത്തിഹ ഓതാതെ നിവൃത്തിയില്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇനി സൂറത്ത് ഓതേണ്ട സ്ഥാനത്തും ഫാത്തിഹ ഓതിയാൽ അത് കാഫിയാണ്. നേരെ മറിച്ച് ഫാത്തിഹയ്ക്ക് കാഫിയാകുന്ന വേറൊന്നും ഖുർആനിൽ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ ആകത്തുക, ദീനിന്റെ ആകത്തുക, നമ്മുടെ ജീവിതത്തിന്റെ ആദർശത്തിന്റെ ഫാത്തിഹ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഫാത്തിഹ നമ്മുടെ അഖീദയാണ്, ഫാത്തിഹ നമ്മുടെ ആദർശമാണ്, ഫാത്തിഹ നമ്മുടെ അമലാണ്, ഫാത്തിഹ നമ്മുടെ കൃത്യമായ ഒരു വഴിയാണ്, ഫാത്തിഹയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്ന് ഫാത്തിഹയുടെ പൊരുൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളും ഓർക്കേണ്ടത്, ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജംഇയ്യത്തുൽ ഉലമ ഈ ആദർശത്തിന് കാവലിരിക്കാൻ 1 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ മഹത്തുക്കൾ ഇലാഹിയായ തൗഫീഖ് കൊണ്ട് നമുക്ക് നിർമ്മിച്ചു തന്ന മഹിതമായ ഒരു ആദർശ പ്രസ്ഥാനമാണ്. 1926 ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജംഇയ്യത്തുൽ ഉലമക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ 100 കൊല്ലത്തെ ഒരു ആദർശത്തിന്റെ കഥയല്ലത്. മഹാനായ സയ്യിദുനാ അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾ, മുർസലീങ്ങൾ പ്രബോധന പ്രചരണ പ്രവർത്തനം നടത്തിയ അല്ലാഹുവിന്റെ ശരിയായ ദീൻ സ്വഹാബത്തിലൂടെ, താബിഈകളിലൂടെ, തബഉ താബിഈകളിലൂടെ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തി നിൽക്കുമ്പോ അതിന്റെ ഒരു താവഴി സത്യം പറഞ്ഞാൽ അതത്ര സുഖകരമല്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോ അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് കഷ്ടപ്പെടുത്തണേ എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. കാരണം അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക.
ആരാണ് സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ കഴിഞ്ഞവർ? ആരാണ് സുഖസുഷുപ്തിയിൽ ആറാടിക്കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയവർ? അവരൊക്കെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചവരാണ്. അതേപോലെ തന്നെ സിദ്ദീഖീങ്ങളുടെ ചരിത്രം പരിശോധിക്കുക. അധികമൊന്നും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുക. എന്താണ് സിദ്ദീഖ് തങ്ങളെ സിദ്ദീഖാക്കിയത്? ഹബീബായ തങ്ങളോടുള്ള അടിയുറച്ച വിശ്വാസമാണ്, നിഷ്കപടമായ സ്നേഹമാണ്, ആ സ്നേഹപ്രകടനമാണ്. ഏതു സമയത്തും അടിപതറാതെ നിന്ന ആദർശത്തിന്റെ കൃത്യമായ ഫലമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സിദ്ദീഖീങ്ങളുടെ പദവിയിലേക്ക് ഉയർത്തിയത്. അല്ലാഹുവേ, എന്നെ നീ സിദ്ദീഖാക്കണേ എന്നാണ് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ശുഹദാക്കളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്നാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. ആരാണ് ഷഹീദ്? ആലോചിക്കേണ്ടതുണ്ട്. പോർക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ, യുദ്ധഭൂമിയിലേക്ക് സൈന്യത്തെ ഒരുക്കി പോകുമ്പോ, കുട്ടിത്വത്തിന്റെ പേരിൽ, ബാല്യത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ കുഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽ കീഴിൽ കൂടി വന്നുകൊണ്ട്, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഷഹാദത്ത് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകണേ എന്ന് പറയുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചയക്കുമ്പോ 3 തവണ മുത്തുനബിയുടെ അരികത്ത് ചെന്നുകൊണ്ട് വീണ്ടും യുദ്ധഭൂമിയിലേക്ക് ജീവാർപ്പണം നടത്താൻ, എല്ലാം സമർപ്പിക്കാനുള്ള സന്നദ്ധതയോടുകൂടി ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ യുദ്ധഭൂമിയിൽ ചെന്നുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഔന്നിത്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ശുഹദാക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ദേഹത്തേക്ക് 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല 70 ചില്ലാനും വജ്രശരങ്ങൾ തുളച്ചു കയറുമ്പോ, അമ്പ് തുളച്ചു കയറിയിട്ട് കണ്ണിന്റെ കൃഷ്ണമണി തെറിച്ചു പോയി, കൈ മുറിഞ്ഞു വീണു, കൈ മുറിഞ്ഞ് കാലിന്റെ പകുതി പോയി, അങ്ങനെ രക്തം വാർന്നൊലിച്ച് 70-ലേറെ അമ്പുകൾ തുളച്ചു വാങ്ങിയിട്ട് ഷഹാദത്ത് വരിക്കുമ്പോഴും ഹബീബായ തങ്ങളുടെ ജീവന് കവചമൊരുക്കാൻ, ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ കവചമൊരുക്കാൻ തന്റെ പ്രിയപ്പെട്ട സഹാബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന ഷഹീദിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ഷഹീദിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ. ആരാണ് സ്വാലിഹീങ്ങൾ? നമ്മൾ കണ്ട ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മൾ പട്ടിക്കാടാണ് നിൽക്കുന്നത്, മഹാനായ മൗലയെ കണ്ടവരാണ് നമ്മൾ. അല്ലാഹു മഹാനവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടവരാണ് നമ്മൾ. അല്ലാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കെ.ടി. ഇമാൻ മുസ്ലിയാരെ കണ്ടവരാണ് നമ്മൾ. അല്ലാഹു മഹാനവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ നമ്മുടെ കണ്ണിൽ കണ്ട ഒരുപാട് സ്വാലിഹീങ്ങൾ നയിച്ചത് ഈ പുണ്യ സമസ്തയാണ്, ഈ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക്, ശുഹദാക്കളുടെ വഴിയിലേക്ക്, സിദ്ദീഖീങ്ങളുടെ വഴിയിലേക്ക്, അംബിയാ മുർസലീങ്ങളുടെ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അടിയുറച്ച് പറയാൻ കഴിയും, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ വഴിയിൽ അല്ലാഹുവേ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ ഗുണം എന്താ? ഇല്ലായിരുന്നുവെങ്കിൽ അവസ്ഥ എന്താ? പലപ്പോഴും നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊന്നും ചെന്ന് നോക്കിയാൽ അറിയാം. അധികമൊന്നും വേണ്ട, വാളയാർ ചുരം കയറിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഇല്ലാത്തത് ഇവിടെ എന്തുണ്ടോ അത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും ദേശീയ തലത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേരളത്തിലേക്കായിട്ട് രാഷ്ട്രീയ പാർട്ടിയും വന്നിട്ടില്ല. ദേശീയ തലത്തിലാണ് അതിന് രൂപീകരിക്കപ്പെട്ടത്. ഇവിടെ അതിന് വളക്കൂറുണ്ടായതിന്റെ പിന്നിലുള്ള പ്രധാന ഘടകം എന്താ? അതൊരു വിൻ വിൻ പ്രോസസ്സാണ്. രണ്ടും ദീനുണ്ടായപ്പോ രാഷ്ട്രീയമായ അവബോധമുണ്ടായി, രാഷ്ട്രീയമായ അവബോധമുണ്ടായപ്പോ മതപരമായ ഒരു ഗ്രൗണ്ടും നമുക്കൊരു പരിധി വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിബിഡമായ ആദർശബന്ധിതമായ കൃത്യമായ ഒരു അവബോധം അത് നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് മുമ്പിലുണ്ട്. ആലോചിച്ച് നോക്കുക, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മുടെ ഈമാനിന് കാവലിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അഖീദക്ക് പിഴവുണ്ടായില്ല. നമ്മുടെ അമലുകളെ, നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങളെ വികൃതമാക്കാൻ പലരും വന്നപ്പെടും. ആലോചിച്ച് നോക്കുക, ഒരു പരിധിവരെ മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദി അറേബ്യയിൽ വരെ അള്ളാഹുവിന്റെ ദീനിന്റെ വെള്ളം ചേർക്കാൻ അവിടെ മുഖ്യധാരകൾ സജീവമാകുമ്പോ ഈ കേരളക്കരയിലെ മുഖ്യധാര പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞത് ഈ ഉലമാക്കളുടെ, ഈ ഉമറാക്കളുടെ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ തണലിൽ നിന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് നമ്മൾ
നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഖിയാമം വരെ നിലനിർത്തി തരട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റി. രണ്ടാമത്തേത്, നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കാണാത്ത വിധമുള്ള ഒരു മഹല്ല് സിസ്റ്റം. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതനുസരിച്ചുകൊണ്ടാണ് ക്രിമിനൽ കാര്യങ്ങളും സിവിൽ കാര്യങ്ങളും ഒക്കെ നടന്നു പോവുക. എന്നാൽ സിവിൽ വിഷയങ്ങൾ ഒരു പരിധിവരെ ഒരു സമാന്തര ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത് മനോഹരമായ മഹല്ല് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണഫലമാണ്. അത് നമുക്കുണ്ടായത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട ആലിമീങ്ങള് മഹല്ലാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ പോലുള്ള ഒരുപാട് കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ ആദർശബന്ധിതമായ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മഹല്ല് സംവിധാനം ഒരുപക്ഷെ ഇന്ത്യയിൽ കേരള മോഡൽ എന്ന പേരിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അതൊക്കെ വ്യാപിച്ചു പോകുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് നമുക്ക് കേരളക്കരയിൽ നിലനിർത്താൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തേത്, മതപരമായ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആലോചിക്കുന്നുണ്ട്. 9 നൂറ്റാണ്ടുകാലം മുസ്ലിം നവാബുമാരും ചക്രവർത്തിമാരും ഭരണം നടത്തിയ പ്രദേശത്ത് കാലിൽ ചെരുപ്പിടാനില്ലാതെ, പൈജാമയുള്ളവർക്ക് ജുബ്ബയില്ല, ജുബ്ബയുള്ളവർക്ക് പൈജാമയില്ല, തെരുവിൽ കൈറിട്ട വലിച്ചുകൊണ്ട് ക്ഷയരോഗം ബാധിച്ചുകൊണ്ട് കാൽമുട്ടോളം താടിയുള്ള മുസ്ലിം പേരുള്ള വലിയ ശൈഖുമാരുടെ പേരുള്ള ആളുകൾ ഇങ്ങനെ നടക്കുമ്പോ അവരോടൊന്ന് ഫാത്തിഹ സൂറത്ത് ഓതാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. ജീവിതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാതെ ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ കോടിക്കണക്കിന് മുസൽമാൻ അനാഥരായി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മതപരമായ അവബോധവും ആഴമുള്ള വിവരവും നമുക്കുണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് തന്നെ ആലങ്കാരികമല്ല, വസ്തുനിഷ്ഠാപരമായി ആലോചിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന അന്നം അമ്മിഞ്ഞപ്പാല് നൽകിയ ഉമ്മയാണെങ്കിൽ നമുക്ക് ആത്മീയ വെളിച്ചത്തിന്റെ ആത്മീയമായ അന്നം, ആത്മാവിന്റെ ആദ്യാന്നം അലിഫ് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട സമസ്തയോട് നമുക്കൊരു പൊക്കൽ കൊടി ബന്ധമുണ്ട്. പെറ്റ ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്നതിനുള്ള ബന്ധമെങ്കിലും അലിഫ് പഠിപ്പിച്ചെന്ന സമസ്തയോട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതൃത്വ ബന്ധം അത് നമ്മൾക്ക് നിലനിർത്തിപ്പോണം. റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈജ്ഞാനികമായ അവബോധമാണ്. വിദ്യാഭ്യാസപരമായ മുന്നോക്കാവസ്ഥ മതകാര്യത്തിൽ ആലോചിക്കണം. 931 ബ്രിട്ടീഷുകാരൻ മലബാറിന് ചരിത്രം എഴുതിയിട്ട് പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അറബിയും മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞോളണമെന്നില്ല, മാത്തമാറ്റിക്സ് അറിഞ്ഞോളണമെന്നില്ല, മലയാളം പോലും അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ അറബി മലയാളം വശമുള്ളവർക്ക് പരിശുദ്ധ ഖുർആൻ കൃത്യമായും ഓതി തീർക്കാനും അതേപോലെ തന്നെ അവരുടെ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്താൻ ഒരു സാംസ്കാരികമായ ഭാഷയും ലിപിയും രൂപപ്പെടുത്തിയിട്ട് അറബി മലയാളത്തിലൂടെ ഭാഷാ സമ്പുഷ്ടമാക്കി, സാംസ്കാരിക സമ്പുഷ്ടമാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ അവസരോചിതമായ ഉലമ ആക്ടിവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ലോകത്ത് സമാനതകളില്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണാൻ കഴിയാത്ത 987 സൗദി അറേബ്യയുടെ സർവേ നടത്തിയപ്പോ അവിടുത്തെ ലിറ്ററസി, അവിടെ സാക്ഷരത 49%. അഥവാ 100 ആളുള്ളടത്ത് 51 ആൾക്ക് അലിഫ് വായിക്കാൻ കഴിയാത്ത അറബികൾ. ആലോചിക്കേണ്ടതുണ്ട്. ആ കാലത്താണ് 931 ബ്രിട്ടീഷുകാരൻ മലബാറിനെ കുറിച്ച് പറയുന്നത്. അവർക്ക് വേറൊന്നും അറിയില്ലെങ്കിലും അറബിയും അറബി മലയാളവും അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം, മുന്നോക്കാവസ്ഥ നമുക്ക് നൽകി സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകിച്ച് മതപരമായ കാര്യത്തിലുള്ള ഇടപെടലുകളാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യാൻ ബഹുമാനപ്പെട്ട സമസ്തയുണ്ടായി. ഏകദേശം 20ഓളം വരുന്ന ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിയമവ്യവഹാരത്തിന്, നിയമ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കാൻ സാധിച്ചു. ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. കേരളത്തിൽ മാത്രമല്ല, കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് നമുക്കറിയാം, കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി സമാനമായ വിദ്യാഭ്യാസ സമുച്ചയങ്ങളൊക്കെ പ്രത്യേകിച്ചും ഭൗതിക വിദ്യാഭ്യാസ സമന്വിതമായ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പഠിച്ചിറങ്ങുന്ന
പണ്ഡിത പ്രതിഭകള് ഉത്തരേന്ത്യയിലേക്ക്, ഈ രാജ്യത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക്, ലോകത്തേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭ പരത്താൻ കഴിയുന്ന പ്രാപ്തരായ പണ്ഡിതന്മാരെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കൂട്ടായ്മ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആദർശ സംരക്ഷണത്തിന് അഭിമാനത്തോടുകൂടെ നമ്മുടെ നാട്ടിൽ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി, അടുത്ത തലമുറയെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അടുത്ത തലമുറയെ ബിദ്അത്തിന്റെയും അതേപോലെ തന്നെ നവീനാശയങ്ങളുടെയും ചളിക്കുടികളിലേക്ക്, വിധഫലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികള് വീണു പോവാതിരിക്കാനുള്ള ഒരു കരുതൽ കാവലാണ് പ്രത്യേകിച്ചും ഈ ആദർശ ക്യാമ്പയിൻ കൊണ്ട് പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യകാലത്തൊക്കെ ഒരു പരീക്ഷണവും ഒരു പ്രതിസന്ധിയും വരുമ്പോ ഈമാനികമായി കരുത്താർജിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവുന്നത്. കോവിഡ് നേരെ മറിച്ചാണ് ഒരു പരിധിവരെ നമുക്കുണ്ടാക്കിയത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ സത്യം പ്രചരിപ്പിക്കുന്നതിലേറെ അസത്യം പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കിട്ടി. യുക്തിചിന്ത വളർന്നു, അൾട്രാ ലിബറലുകളായി. ലിബറലിസം നമ്മുടെ കുട്ടികളെ മനസ്സിനെ വല്ലാണ്ട് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്, യഥാർത്ഥ ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട, പരിശീലിപ്പിച്ചു കൊടുക്കേണ്ട വലിയ കാലത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റുകൊടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, നമ്മുടെ മുഅല്ലിമീൻ സുഹൃത്തുക്കളുടെ ഈ കൂട്ടായ്മ ഉസ്താദുമാരുടെയും വളരെ ശ്രദ്ധേയമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷകഘടകങ്ങളിൽ വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കലായി പ്രവർത്തനങ്ങളെ ചുവടപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ ആദർശ ക്യാമ്പയിന് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇത് വിഭാവനം ചെയ്യുന്ന ഓരോ സംവിധാനങ്ങളും ഓരോ സെഷനുകളും നമ്മുടെ ഈമാൻ രക്ഷിക്കാനുള്ളതാണ്, ആഖിറത്തിലേക്കുള്ള വഴിവെളിച്ചമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.